ചക്കപ്പഴം വെച്ച് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു സ്നാക്കാണ് ഇന്നത്തെ നമ്മുടെ റെസിപ്പി. എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. അതിനു മുമ്പായി ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും വീഡിയോ ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. ഇനി നമുക്ക് വീഡിയോ കാണാം. വെൽക്കം ടു ടെസ്റ്റഡ് ആൻഡ് ടേസ്റ്റഡ് ചാനൽ. ഒരു മിക്സിംഗ് ബൗളിലേക്ക് ആദ്യം ഒരു കപ്പ് മൈദയാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. ഒരു കപ്പ് നിറച്ച് ഇട്ട് കൊടുക്കുവാണ്. ഇനി ഇതിലേക്ക് ചേർക്കുന്നത് ദോശമാവാണ്. ഒരു കപ്പ് ദോശമാവാണ് ഞാൻ ഇവിടെ ചേർത്ത് കൊടുക്കുന്നത്. നമ്മൾ ഇഡലി, ദോശ അങ്ങനെയൊക്കെ തയ്യാറാക്കുമ്പോൾ ബാക്കി വരുന്ന മാവ് ഉണ്ടെങ്കിൽ അത് ഫ്രിഡ്ജിൽ സൂക്ഷിച്ചാൽ ഇതുപോലെ നമുക്ക് സ്നാക്ക് ഒക്കെ തയ്യാറാക്കാൻ എടുക്കാൻ പറ്റും. അപ്പൊ അങ്ങനെ ഞാൻ വെച്ചിട്ടുള്ള ഒരു മാവായിരുന്നു ഇത്. ഒരു കപ്പ് ഞാൻ ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഒരു പ്രത്യേക കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഒരു കപ്പ് മൈദയ്ക്ക് ഒരു കപ്പ് ദോശമാവ് തന്നെ എടുക്കാൻ ശ്രദ്ധിക്കണം. ദോശമാവ് കൂടാൻ പാടില്ല. ഇനി ചേർക്കുന്നത് ഉപ്പാണ്. ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇനി ചേർക്കേണ്ടത് എള്ളാണ്. 1 ടീസ്പൂൺ എള്ളാണ് ഞാൻ ഇവിടെ ചേർക്കുന്നത്. പഞ്ചസാരയാണ് ഇനി ചേർക്കേണ്ടത്. നിങ്ങൾക്ക് മധുരത്തിനനുസരിച്ച് പഞ്ചസാര ചേർക്കാം. ഞാനിവിടെ 4 ടീസ്പൂൺ എടുത്ത് പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട്. നല്ല മധുരമുള്ള ചക്കപ്പഴം ആണെങ്കിൽ അതനുസരിച്ച് പഞ്ചസാര ചേർത്ത് കൊടുക്കാവുന്നതേ ഉള്ളൂ. ഇനി കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കണം. എന്നിട്ടിത് കുഴച്ചെടുക്കണം. മാവ് അധികം അയഞ്ഞു പോകാൻ പാടില്ല. നമ്മൾ ഏത്തപ്പഴം തയ്യാറാക്കുമ്പോൾ എടുക്കുന്ന മാവിന്റെ പരുവമില്ലേ, ആ പരുവത്തിൽ തന്നെ നമ്മളിത് കുഴച്ചെടുക്കണം. ഇതായി ഒരു കൺസിസ്റ്റൻസിൽ വേണം നമ്മൾ എടുക്കാനേ. ഇത് നമുക്ക് മാറ്റി വെക്കാം. വരിക്കച്ചക്കയാണ് ഞാൻ ചക്കപ്പൊരി തയ്യാറാക്കാനായിട്ട് ഉപയോഗിച്ചിട്ടുള്ളത്. ചക്കപ്പഴത്തിന്റെ കുരുവും ചവണയും കളഞ്ഞ് ഒരു സിപ്പ് ലോക്ക് കവറിലാക്കി ഫ്രീസറിൽ സൂക്ഷിച്ചാൽ ഒരുപാട് കാലം കേടാകാതിരിക്കും. പെട്ടെന്ന് നമുക്ക് അട തയ്യാറാക്കാനും ഇതുപോലെ പൊരി തയ്യാറാക്കാനൊക്കെ ഉപയോഗിക്കാനും പറ്റും. അപ്പോൾ ഇത് ഞാൻ മാവിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പൊരി തയ്യാറാക്കാം. ഒരു ചീനച്ചട്ടി ചൂടാക്കി അതിലേക്ക് എണ്ണ ഒഴിച്ച് എണ്ണ തിളയ്ക്കുന്ന സമയത്ത് ഓരോ പീസായിട്ടിട്ട് മുരിച്ചെടുക്കാം. ഒരു സൈഡ് നന്നായിട്ടൊന്ന് മുരിഞ്ഞു വരുന്ന സമയത്ത് ഇത് തിരിച്ചിട്ട് കൊടുക്കാം. രണ്ട് സൈഡും നല്ലപോലെ മുരിഞ്ഞ് ഒരു ഗോൾഡൻ കളർ ആവുമ്പോൾ നമുക്കിത് കോരി മാറ്റാം. ഇതൊരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചക്കപ്പഴം പൊരിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇതുപോലെ എല്ലാ പീസും നമുക്ക് ഇതുപോലെ വറുത്ത് കോരി എടുക്കാം. കണ്ടില്ലേ, നല്ല കാണുമ്പോൾ തന്നെ കഴിക്കാൻ തോന്നുന്ന ഒരു ചക്കപ്പഴം പൊരി. ഏത്തപ്പഴം പോലെ തന്നെ വളരെ ടേസ്റ്റ് ആണ്. ഒരു പ്രാവശ്യം നിങ്ങൾ തയ്യാറാക്കി നോക്കിയാൽ വീണ്ടും വീണ്ടും ഇതുപോലെ തന്നെ തയ്യാറാക്കും. അപ്പൊ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും വീഡിയോ ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും സപ്പോർട്ട് ചെയ്യണം. വീണ്ടും നല്ലൊരു വീഡിയോയുമായി വരാം. അതുവരെ ബൈ ബൈ.